തീർച്ചയായും ഉജ്ജ്വലമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചത് കൊണ്ട് തന്നെയാണ് അവർ ഇന്ന് ഇവിടെ എത്തുന്നത്. ഇപ്പോൾ കാളിദാസ് ഉണ്ട് നമുക്ക് ചുറ്റും. കാളിദാസ്, വട്ടത്തിൽ നിൽക്കുന്നവരാണോ നീളത്തിൽ നിൽക്കുന്നവരാണോ? വട്ടപ്പാട്ടുകാരല്ലേ കൂടെയുള്ളത്? ആമീന ജമാലാണേ, സുരഭിയാണേ, മോനെ തകർത്ത് 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 വൃന്ദ. ഇപ്പോൾ ആ വട്ടപ്പാട്ടിൻ്റെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ നേരത്തെ അങ്ങ് തുടങ്ങി, അധികം വെച്ച് താമസിപ്പിക്കേണ്ട, നല്ല വെയിലാണ്, അതുകൊണ്ട് ഒന്ന് നേരത്തെ തുടങ്ങിയതാ. കണ്ടോ മണവാളിനെ കണ്ടോ മോനെ? ഇത് കൊടുക്കുന്നുണ്ടോ ഈ തൊപ്പി? കൊടുക്കുന്നില്ല. എന്നാലും കുറച്ച് കൊടുക്കുന്നില്ല. അപ്പൊ ആ തൊപ്പി കൊടുക്കുന്നില്ല. എല്ലാവരും തോളി കണ്ടോ? ഇതിനൊക്കെ നല്ല വിലയുണ്ടോ? നല്ല വിലയുണ്ട്. ആർക്കും കൊടുക്കത്തില്ല. എന്തായാലും കാസർഗോഡ് നിന്നല്ലേ? അല്ല, വയനാട് പനമരത്തിൽ നിന്നാണ് വന്നേക്കുന്നത്. നമുക്ക് ഓരോരുത്തരുടെ പേര് ചോദിച്ചു. നിസാൻ, മെഹറിഷ്, റിനാൻ, അലി അയ്മൻ, സഹലൂം, സാരംഗ്, അമീൻ, നിതാഷ്, ഷാഹുൽ. അപ്പം വയനാട്ടിലേക്ക് എ ഗ്രേഡ് അല്ലേ? എ ഗ്രേഡ് അടിച്ചേക്കുവാണ് വയനാട്ടിലേക്ക്. പിന്നെ ഒരു എ ഗ്രേഡ്. വയനാടുകാർ കുറേ നേടുന്നുണ്ട്, കുറേ കിട്ടുന്നുണ്ടല്ലേ? നല്ല പോയിന്റ് നേടിയിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെക്കാളും അല്ലേ? കിട്ടി. അതെ. അപ്പം വേറെ ഇനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നമ്മളെ സ്കൂളില് ഒപ്പന, ഡ്രാമ, വട്ടപ്പാട്ട്, അറബനമൊട്ട് പങ്കെടുത്തതിനൊക്കെ എ ഗ്രേഡ്. വയനാട്ടുകാരൊട്ടും മോശമല്ല. മത്സരത്തിൽ അവർ അതിനൊട്ട് ബാക്കി ജില്ലക്കാരോടൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ട്. ഒന്ന് പുറകിലാണെങ്കിലും ഒരു പ്രശ്നമില്ല. മത്സര ബുദ്ധിയോടെ തന്നെയാണ് എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്ന വൃന്ദ. തീർച്ചയായിട്ടും കളി ഒരു തൊപ്പി പോയിട്ട് എ ഗ്രേഡ് പോലും വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല. ഇനി